ഒരു വാഹനത്തിൻ്റെ പിൻസീറ്റിൽ നിന്നാണ് റിവ്യൂ ആരംഭിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ പിൻസീറ്റ് കണ്ടതിന് ശേഷം വാഹനത്തിൻ്റെ മറ്റുള്ള വിശേഷങ്ങൾ കാണാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പൊതുവേ നമ്മൾ ഏത് വാഹനം എടുത്തെന്ന് പറഞ്ഞാലും ഒരു സെക്കൻഡ് റോ സീറ്റുകളെക്കുറിച്ച് നമ്മൾ റിവ്യൂ പറയുന്നതിൻ്റെ മധ്യത്തിലായിരിക്കും പറയുന്നത്. സാധാരണ ഫ്രണ്ടൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡ്രൈവറിൻ്റെയും കോ ഡ്രൈവറിൻ്റെ ഒരു ഏരിയ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് റോ പറയാറുള്ളത്. പക്ഷേ ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് സെക്കൻഡ് റോ അതിപ്രധാനമാണ്. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ യുണീക്കായിട്ടുള്ള ഒരു സെല്ലിംഗ് പോയിൻ്റ് ആയിട്ട് കാണുന്നതും അത്തരത്തിലൊരു കാര്യമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പുറകിലത്തെ സീറ്റ് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്ലൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് ലെഗ് സ്പേസ് ഒരുപാട് കൂടുതലായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ബാക്കിലെ റെസ്റ്റും നമുക്ക് അത്യാവശ്യ രീതിയിൽ നമുക്ക് ചാരാനൊക്കെ ഉള്ള രീതിയിലുള്ള സൗകര്യങ്ങളും ഒക്കെ അതിനകത്ത് ഏർപ്പെടുന്നുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ റിലാക്സ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് സ്ട്രക്ചറാണ് ഈ വാഹനത്തിനകത്ത് ഉള്ളത്. ഇത് കൂടാതെ തന്നെ വേറെയും ചില സൗകര്യങ്ങളുണ്ട് ഈ വാഹനത്തിനകത്ത്. സാധാരണ എല്ലാ വാഹനങ്ങൾക്കകത്തും ഫ്രണ്ടിലെ 2 സീറ്റുകൾ മാത്രമായിരിക്കും വെന്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റ് വരുന്നത്. പക്ഷേ ഈ ഒരു സീറ്റിൻ്റെ ഈ ഒരു ഭാഗം, അതായത് നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് വെന്റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പം അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോപ്പ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കിയയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സീറോസ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുക. സോ അഗെയിൻ വെൽക്കം ടു റോപ്പ് മൈ ഷോ. കിയ ഫാമിലിയിലേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാഹനമാണ് സീറോസ് എന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തിന് മറ്റുള്ള നമ്മൾ കണ്ടുപരിചയമില്ലാത്ത ഒരു വാഹനങ്ങളുടെ ഷേപ്പാണ്. ടോൾ ബോയ് ഡിസൈൻ എന്നാണ് പറയുന്നത്. കിയയുടെ ഫാമിലിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ആയിട്ടുള്ള സെൽറ്റോസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സോണറ്റിൻ്റെയും ഇടയ്ക്കാണ് ഈ വാഹനം കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കമൻസിലൊക്കെ കാണാനായിട്ട് രസകരമായിട്ടുള്ളൊരു കമൻറ്റ് കാണാനായിട്ട് സാധിച്ചു. പാവങ്ങളുടെ ഡിഫൻഡർ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇതൊരു ബോക്സി ഷേപ്പിൽ വരുന്നൊരു വാഹനമാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് പല 2 ഭിന്ന അഭിപ്രായങ്ങളാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. ചിലർ പറയുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് കണ്ട് ഇഷ്ടപ്പെടും എന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ പ്രതീക്ഷിച്ചു, നമുക്ക് കണ്ട് ഈ വാഹനം ചിലപ്പോൾ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടേക്കാം. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റ്. നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് കിട്ടുന്ന 6ഓളം വേരിയൻറ്റുകളിലാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള HT-X ഓപ്ഷണലാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ഈ ഒരു വാഹനം ഡീസലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു 6 സ്പീഡ് 80 ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് ബ്രാക്കറ്റ് പറയുകയാണെങ്കിൽ 8.99 ലക്ഷം രൂപ മുതലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പം സെൽറ്റോസിനകത്ത് നിലവിലുണ്ടായിരുന്ന സൗകര്യങ്ങളെക്കാൾ കൂടുതൽ സൗകര്യങ്ങളുള്ള വാഹനം, എന്നാൽ വില അതിലും കുറവാണ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വാഹനം ബേസ് ചെയ്തിരിക്കുന്നത് K1 എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കൊച്ചു കാറുകളുടെ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇതിൻ്റെ പ്രൈസ് മാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ഈ ഒരു കൊച്ചു പ്ലാറ്റ്ഫോമിനകത്ത് വലിയൊരു കാറ് ഒരുപാട് സൗകര്യങ്ങളായിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് പറഞ്ഞ K1 എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിന് അതിൻ്റെതായിട്ടുള്ള ഈ പറയുന്ന കൊച്ചു കാറുകളുടേതായിട്ടുള്ള സൗകര്യങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് മോഡിഫിക്കേഷൻസ് വരുത്തിയതിന് ശേഷമാണ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നത്. എന്നാലും ഇത്രയും സൗകര്യങ്ങളുള്ള പ്രൈസ് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഓവറോളായിട്ടുള്ള ഒരു സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3995 മില്ലിമീറ്റർ, അതായത് 4 സബ്മീറ്ററിനകത്താണ് വരുന്നത്. പക്ഷേ നമ്മുടെ കാഴ്ചയിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു 4 സബ്മീറ്റർ വരുന്നൊരു വാഹനമാണെന്ന് പറയാൻ പറ്റില്ല. അതിൽ നമുക്ക് വലിപ്പം തോന്നുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഏറ്റവും പുറകിൽ നിന്നാണ് തുടങ്ങിയത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ വാഹനം നമുക്ക് 4 സബ്മീറ്ററാണ് വരുന്നതെങ്കിലും ഈ വാഹനത്തിനകത്ത് സ്പേസ് എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സ്പേസുള്ള ഇൻറ്റീരിയർ സ്പേസുള്ള ഒരു വാഹനം വേറെ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് വരുന്നത് 1680 മില്ലിമീറ്റർ ആണ്. അതുപോലെ വീൽ ബേസ് എന്ന് പറയുമ്പോൾ 2550 മീറ്റർ വരുന്നുണ്ട്. നമ്മൾ 1805 മില്ലിമീറ്റർ ആണ് വാഹനത്തിൻ്റെ വീതി. അതുപോലെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു കോമ്പാക്ട് SUV ആയിട്ട് വരുന്ന വാഹനമാണ്. 190 മില്ലിമീറ്റർ ആണ് ഈ വാഹനത്തിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഒരു സൈസ് വെച്ച് പറയുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിനുള്ള മറ്റുള്ള ഫീച്ചേഴ്സ് നോക്കാം. നേരത്തെ പറഞ്ഞിരുന്ന 6 വേരിയൻറ്റുകളിലും 8 കളേഴ്സിലും നമുക്ക് വാഹനം അവൈലബിൾ ആണ്. ഇതിൻ്റെ ഏറ്റവും വൈറ്റ് കളറാണ് നമ്മളിവിടെ ഉള്ളത്. അപ്പോൾ വേരിയൻസ് ഏത് നോക്കാം. HT-K മുതലാണ് തുടങ്ങുന്നത്. HT-K പ്ലസ്, HT-K ഓപ്ഷണലാണ് വരുന്നത്. അതിന് മുമ്പ് HT-X പ്ലസ്, അതുപോലെ HX+ ഓപ്ഷനിലാണ്. ഇത്രയും വേരിയൻറ്റുകളിലാണ് വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫോഴ്സ് ബ്ലൂ എന്ന് പറഞ്ഞ കളറായിരിക്കും ഏറ്റവും കൂടുതൽ
കൂടുതൽ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഡൾ കളറായിട്ടുള്ള ബ്ലൂ ആണ് വരുന്നത്. ആ വാഹനമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാക്കർ റൗണ്ട് വീഡിയോ നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വാഹനത്തിനകത്തുള്ള പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഈ വാഹനത്തിനകത്ത് നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റുകൾക്ക് വരുന്ന സമയത്ത് അഡാസ് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ക്യാമറ അവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 360 ഡിഗ്രിയുടെ ക്യാമറയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം 16 ലെവലായിട്ട് വരുന്ന അഡാസ് ഫീച്ചേഴ്സാണ് ഉള്ളത്. ഇത് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഇന്ന് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനങ്ങളെല്ലാം അഡാസ് ഫീച്ചേഴ്സ് വരാറുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് ABS, EBD, വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, ഹിൽ അതുപോലെ ഹിൽ ആക്സൻ കൺട്രോൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് പൊതുവെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബോണറ്റിൻ്റെ ഒരു ലെങ്തൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ബോണറ്റ് ഏരിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ഏരിയ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കിയയുടെ ഏറ്റവും പുതിയ ഒരു ബാഡ്ജിങ്, അല്ലെങ്കിൽ ആ ലോഗോ നമുക്കിവിടെ കാണാം. സീറോസ് എന്നുള്ളൊരു വലിയ റൈറ്റിംഗ് ഉണ്ട്. സീറോസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഗ്രീസിലുള്ള ഒരു ഐലൻഡാണ്. അപ്പോൾ ഐലൻഡിനെ കുറിച്ചാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേരിനോട് നെയ്തി പുലർത്തിക്കൊണ്ടാണ് ഈ ഒരു പേര് ഇട്ടിരിക്കുന്നത്. ഇനി എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ലൈറ്റുകളാണ്. ഐസ് ക്യൂബ് ഡിസൈനിൽ വരുന്ന ഹെഡ് ലാംപ്സ് ആണ് ഈ വാഹനത്തിനകത്തുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ചെറിയൊരു ലെങ്ത്ത് താഴോട്ട് നീളത്തിലുള്ള ഒരു DRLs നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഒരു വർഷത്തിൽ ഞാൻ വാഹനം ഓടിക്കുന്ന സമയത്ത് മിക്കവാറും ഒരു പ്രാവശ്യമെങ്കിലും ബമ്പർ മാറേണ്ട ഒരു ആവശ്യം പല രീതിയിൽ ഉണ്ടാകാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും ബൈക്കുകളൊക്കെ ഈ സൈഡ് എപ്പോഴും തട്ടി വരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുന്ന സമയത്ത് ഈ ലൈറ്റ്സ് എന്ന് പറയുന്നത് ശരിക്കും പ്രോൺ ടു ആക്സിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. കമൻസിനകത്ത് ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചു അത് കിയ കമ്പനി ഈ ഒരു വാഹനം വിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹെഡ് ലാമ്പുകൾ വിറ്റായിട്ടായിരിക്കും വരുമാനം ഉണ്ടാക്കുന്നുള്ളത് ഒരു തമാശ രൂപയാണ് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു കാര്യം ആ ഒരു ഹെഡ്ലൈറ്റ് നമ്മളെ ഓർപ്പിക്കുന്നുള്ളതാണ്. എങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ്. 3 ക്യൂബുകളിലായിട്ടാണ് ആ ഒരു ലൈറ്റിംഗ് അവിടെ കൊടുത്തു വെച്ചിരിക്കുന്നത്. അതിൽ ഫ്രണ്ടിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് എയർഡാംസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ശരിക്കും ഇതിന് ക്ലോസ്ഡ് ആയിട്ട് വരുന്നൊരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേസ് എങ്ങനെ ഇരിക്കുന്നു അത്തരത്തിലുള്ള ഒരു ഗ്രില്ലാണ്, കവേർഡ് ആയിട്ടുള്ള ഗ്രില്ലാണ് വന്നിരിക്കുന്നത് അവിടെ. അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്രില്ലിനകത്തോട് നമുക്ക് റേഡിയേറ്റർ ഏരിയ ഒക്കെ കാണാൻ പറ്റും. താഴെ എയർഡാംസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അഡാസിനുള്ള ഒരു ഈ ഒരു റഡാറും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. 16 ലെവലായിട്ടുള്ള അഡാസാണ് വരുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം അത്യാവശ്യം നിങ്ങൾക്കറിയാം എല്ലാ വാഹനങ്ങളിനകത്തും ഇന്ന് നമുക്ക് ലെയിൻ ഡിപ്പാർച്ചറും അതുപോലെ എമർജൻസി സിഗ്നലും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബ്രേക്കിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലുള്ള എല്ലാ സംവിധാനങ്ങളും സേഫ്റ്റിക്ക് വേണ്ടി ഈ വാഹനത്തിനകത്ത് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പക്ക ബോക്സി ആയിട്ട് വരുന്ന ഫെൻഡേഴ്സാണ് വാഹനത്തിനകത്തുള്ളത്. അതായത് മൊത്തത്തിലുള്ളൊരു വാഹനത്തിൻ്റെ രൂപം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു മിനി ഡിഫൻഡർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബോക്സി ടൈപ്പാണ് വരുന്നത്. അപ്പോൾ അതിനോട് ആ ഡിസൈൻ്റെ എലമെൻറ്റ് കറക്റ്റായിട്ട് മാച്ചായിട്ട് വരുന്നുണ്ട്. നമുക്ക് അതുപോലെ ക്രിസ്റ്റൽ കട്ടായിട്ട് വരുന്ന അലോയ് വീൽസ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ഏറ്റവും ബേസ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് 15 ഇഞ്ചും തൊട്ട് മുകളിലേക്ക് വരുന്ന സമയത്ത് 16 ഇഞ്ചും ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് 17 ഇഞ്ചുമാണ് വീൽ സൈസ് വരുന്നത്. അപ്പം അതുപോലെ തന്നെ നമുക്കൊരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഡിസൈനിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 4 വീലുള്ള ഡിസ്ക് ബ്രേക്കുകളായിട്ടാണ് വരുന്നത്. ഏറ്റവും ലോ എൻഡ് വേരിയൻസിലേക്ക് വരുന്ന സമയത്ത് ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്കിതിൻ്റെ ഒരു സസ്പെൻഷനെ കുറിച്ച് പറഞ്ഞാൽ മക്ഫേഴ്സൻ്റെ ഒരു സ്ട്രട്ടും കോയിൽ സ്പ്രിംഗ് ആണ് വരുന്നത്. അതുപോലെ ടോർഷൻ ബീം ആക്സിലാണ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് സസ്പെൻഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഓടിച്ച് വരുന്ന സമയത്ത് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലാത്തൊരു സസ്പെൻഷനാണ്. എന്നാലും കുറച്ച് ഒരു ചെറിയൊരു കുലുക്കം ലൈക്ക് ഈ ഒരു എനിക്ക് തോന്നുന്ന ഒരു K1 എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൻ്റെ ആയിരിക്കാം. ലൈക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റിഫ്നെസ് നമുക്ക് വരുന്നതുകൊണ്ട് ചിലപ്പം ഒരു ചെറിയൊരു നമുക്കൊരു ലാന്തൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അതായത് വലിയ കട്ടറുകളൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ അതർവൈസ് നമുക്ക് സ്മൂത്തായിട്ടുള്ള സസ്പെൻഷനായിട്ടാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് മിററിൻ്റെ ഏരിയ കാണാം. അതിനകത്ത് ഒരു പിയാനോ ബ്ലാക്ക് ഒരു ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഒരു ക്യാമറയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൈഡിലുള്ളത്. പിന്നെ ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ഫ്ലഷ് ആയിട്ട് വരുന്ന ഡോർ ഹാൻഡിൽസ് വരുന്നത്. എനിക്ക് തോന്നുന്നത് ലൈക്ക് ഒരു EV ഡിസൈനിലാണ് കൂടുതലായിട്ട് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് കാണുന്നത്. കാരണം ഈ എയറിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ഒരു ആഡഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിനകത്ത് കുറച്ച് അക്സസറീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റഡും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡിലുള്ള കാഴ്ചയെന്ന് പറയുന്നത്. അപ്പം A പില്ലറും B പില്ലറും നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ഈ ഗ്ലാസസിൻ്റെയൊക്കെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരു കോഡായിട്ട് വരുന്ന സൈഡ്സൊക്കെ ഡിസൈനിലാണ് ഈ ഒരു വശം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെ നമുക്കൊരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് ആ ഒരു വശം നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ സൈഡിലുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. നമുക്കിനി പുറകു വശം ഒന്ന് നോക്കാം. റൂഫിലൊരു ഷാർപ്പ് ഫിന്നാൻഡിലെ തുടങ്ങി ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലർ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ D4 ഉള്ള ഗ്ലാസ്, വൈപ്പേഴ്സ് കാണാം, കിയയുടെ ഒരു ബാഡ്ജിങ് കാണാം, സീറോസ് എന്നുള്ള റൈറ്റിംഗ് അവിടെയും. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇതൊരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് ഈ വാഹനം വരുന്നത്. ഡീസലാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു.
അതുപോലെ എൽ ഷേപ്പിലുള്ള ടൈൽ ലാംപ്സും നമുക്ക് ഈ വാഹനത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ബാക്ക് ലൈറ്റ്സ് ഒക്കെ വരുന്ന ഈ ഒരു വശത്തേക്കാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പാറ്റേണിലാണ്, ഒരു സ്ട്രൈപ്ഡ് ആയിട്ടുള്ള പാറ്റേൺസിലാണ് കൊടുത്തിരിക്കുന്നത്. വലിയ ബമ്പേഴ്സാണ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്കൊരു 360 ഡിഗ്രിയുടെ ഒരു റിവേഴ്സ് എടുക്കുന്ന ക്യാമറ, അല്ലെങ്കിൽ ആ 60യുടെ കോമ്പിനേഷനുള്ള ക്യാമറാസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് കമൻറ്റബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ SUV-കളുടെ ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത്. 465 ലിറ്ററാണ് ഇതിൻ്റെ മാക്സിമം ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ സീറ്റ്സ് റിക്ലൈൻ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും ബാക്കിലോട്ടൊക്കെ വലിച്ച് റിക്ലൈൻ ചെയ്തിരിക്കുകയാണെങ്കിൽ ആ ബൂട്ട് സ്പേസ് ഇച്ചിരി കുറയും, 390 വരുന്നത്. പക്ഷേ നമ്മൾ നോർമൽ പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ 465 ലിറ്ററോളം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ചെറിയതായിട്ടുള്ള ഒരു പാർസൽ ട്രെയിൻ കൊടുക്കുന്നത്, വലിയ വീതിയില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, ഒരുപാട് വലിയ പാർസൽ ട്രെയിനിൽ കാര്യമില്ല, അത്യാവശ്യം നമുക്ക് കുറച്ച് സാധനങ്ങൾ വെക്കാനായിട്ട് പറ്റും. കൂടുതലായിട്ട് നമ്മളിവിടെ പട്ടിക്കുട്ടിയും തലവണയൊക്കെയാണ് പൊതുവെ വെച്ച് കണ്ടുവരുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് കിഡൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. ബാക്കിൽ സാധാരണ നമ്മുടെ ഒരു ഗ്ലോ ബോക്സിനകത്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ ഇവർ ഇതിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് ആക്സസറീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മാറ്റും കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് സ്പെയർ വീലിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. സ്പെയർ വീലിലേക്ക് വരുന്ന സമയത്ത് വെറും 15 ഇഞ്ച് മാത്രമല്ല, 5 ഇഞ്ച് ചെറിയ ടയേഴ്സാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. സ്പെയർ വീലായിട്ട് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ ഇതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈലാണ് നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അതും പക്ക ബോക്സി ആയിട്ട് വരുന്ന ഒരു ബാക്ക് പ്രൊഫൈലാണ്. അപ്പോൾ അത്യാവശ്യം ഒരു ഹൈറ്റുള്ളൊരു വണ്ടിയാണ്, എന്നാൽ ഒരുപാട് കൂടുതലും ഇല്ല, എന്നാൽ ഒരു ടോൾ ബോയ് ഡിസൈൻ എന്നാണ് ഇവർ പറയപ്പെടുന്നത്. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് കാണാം. അതിന് മുമ്പ് നമ്മൾ അകത്തേക്ക് കയറുന്ന ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മിറേഴ്സിനിടയിൽ ഒരു പെഡൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു കിയ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്, നമുക്ക് ലൈറ്റ് ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും. അപ്പോൾ രാത്രി വാഹനത്തിനകത്തേക്കൊക്കെ കയറാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. ഇപ്പോൾ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് നമ്മൾ ഓപ്പൺ ആക്കി നമ്മൾ ഈ ഒരു ഇൻറ്റീരിയറിലേക്ക് നോക്കുന്ന സമയത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു കളർ തീം തന്നെ നമുക്ക് നോക്കാം. കളർ തീമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 3 വേരിയൻസിനകത്തും നമുക്ക് 3 ടൈപ്പ് ഓഫ് ഇൻറ്റീരിയേഴ്സാണ് വരുന്നത്, അല്ല ഒരു കളർ തീം വരുന്നത്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു ഡാർക്കറായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ്, പ്രത്യേകിച്ച് ഒരു ആഷ് കളറാണ് വരുന്നത്. ആഷും ഒരു ബ്ലാക്കുമാണ് മെയിനായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ആഷ് കുറച്ചുകൂടെ കട്ടി കൂടിയ ഒരു ഡാർക്കറായിട്ടുള്ള ഒരു ആഷും ഒരു ലൈറ്റ് കളറുള്ള ആഷ് കളറുമാണ് വാഹനത്തിന് ഇൻറ്റീരിയർ വരുന്നത്. നല്ല പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ്. നമുക്ക് ഡോർ ട്രിംസിലേക്ക് നമുക്ക് വരാം. ഡോർ ട്രിംസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക്സ് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാം. നമുക്ക് ആ സീറ്റ്സിൻ്റെ അതേ ഒരു കളർ പോലെ തന്നെയാണ് വരുന്നത്. ഇവിടെ ഒരു ഡാർക്കർ ആയിട്ടുള്ള ഒരു പോർഷനാണ് വരുന്നത്, ആഷ് കളർ തന്നെയാണ്. ഇവിടെ ലൈറ്റർ ആയിട്ടുള്ള ഒരു ആഷ് കളർ വരുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഇവിടെ ഒരു ആഷ് കളറുള്ള നല്ല ഈ ഒരു തിളക്കമുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു കളറിലുള്ള ഒരു ടെക്സ്ചർ നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സീറ്റ് വെന്റിലേഷനുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ അവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ 2 സ്വീറ്റ്സും സീറ്റ് വെന്റിലേഷൻസും ഉള്ളതാണ്. അതുപോലെ വാഹനങ്ങളുടെ ലൈക്ക് വിൻഡോയുടെ കൺട്രോളുകളും ഈ ലോക്കിൻ്റെ കൺട്രോൾസൊക്കെ അവിടെയാണ് വരുന്നത്. അപ്പോൾ അത് ഒരു സ്വിച്ച്, ഒരു കൺസോൾ നീറ്റ്ലി അറേഞ്ച്ഡ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ലെതററ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗം നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ലെതററ്റ് അല്ല, ശരിക്കും പറഞ്ഞത് ഒരു റെസിൻ മെറ്റീരിയലാണ് വരുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെയാണ്, ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു ഡോർ ട്രിമിനെ കുറിച്ച് പറയുമ്പം പറയേണ്ടത്. അപ്പോൾ മെയിനായിട്ട് ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഓഡിയോ സിസ്റ്റമാണ്. ഇതിനകത്ത് നമുക്കൊരു 8 സ്പീക്കറിൻ്റെ ഹോമൻ ഗാർഡനാണ് വരുന്നത്. അത് സറൗണ്ട് സിസ്റ്റമായിട്ടാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് നമുക്ക് ഏതെല്ലാം വാഹനങ്ങൾ എടുത്ത് നോക്കിയാലും ഓഡിയോ ക്വാളിറ്റി പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം മോശമല്ലാത്ത നല്ലൊരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഈ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഏരിയൻസിനകത്ത് ഡിഫറൻറ്റ് കളർ ടോൺസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്താണ് ഈ ഒരു കളർ ടോൺ വരുന്നത്. ഇതിനകത്ത് നമുക്കൊരു ഓറഞ്ച് ഒരു ആക്സെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ മനോഹരമാണ് അത് കാണുക എന്ന് പറയുന്നത്. ഫ്രണ്ടിലെ 2 സീറ്റുകളും പെർഫോറേറ്റഡ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ 2 സീറ്റുകൾക്കകത്തും വെന്റിലേറ്റഡോടെ സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. ഈ ഡ്രൈവർ സീറ്റ് നമുക്ക് ഫോർവേ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്, അതായത് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ സീറ്റിൻ്റെ ഹൈറ്റ് നമുക്ക് മാനുവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ആക്സിലേറ്ററും ബ്രേക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഡിസൈനിലാണ് അത്രയും കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് സാധാരണ നിന്ന് കാണാത്ത ഒരു രൂപമാണ്. കാരണം വട്ടമാണോ എന്ന് ചോദിച്ചാൽ വട്ടമല്ല, ഡി കട്ടാണെന്ന് ചോദിച്ചാൽ ഡി കട്ടും അല്ല, മുകളിലും താഴെ ഇച്ചിരി ഫ്ലാറ്റ് ആയിട്ടാണ് വരുന്നത്. എന്നാലും ബ്യൂട്ടിഫുൾ ആണ്, കുറച്ചുകൂടെ സ്പോർട്ടിയാണ്. അപ്പോൾ ആ ഒരു സ്റ്റിയറിങ്ങിനെ നമുക്ക് അകത്തു നിന്ന് നമുക്ക് വീക്ഷിച്ച് നോക്കാം. ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് സ്റ്റിയറിങ്ങിലായിരുന്നു. അപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ ഒരു അകത്തൊരു ബാഡ്ജിങ്, കിയാന്നൊരു ബാഡ്ജിങ് ആണ്. സാധാരണ ഒത്തുനടുക്കൊക്കെയാണ് വരുന്നത്. ഒരു സൈഡിലോട്ടൊക്കെ മാറ്റി കുറച്ചുകൂടെ വേറിട്ട സ്റ്റൈലിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഹോൺ ഭയങ്കര സൂപ്പറായിട്ടുള്ള ഒരു ഹോണാണ്. ശരിക്കും ജർമ്മൻ കാറുകളിൽ വരുന്ന ഹോണുകളാണ് ഈ വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ പവർ കൊണ്ട് നാട്ടുകാർ നമ്മളെ ചീത്ത വിളിക്കാനുള്ള കാര്യമുണ്ട്, കാരണം അത്യാവശ്യം നല്ല സൗണ്ടുള്ളൊരു ഹോൺ തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വശത്തേക്ക് ലെഫ്റ്റും റൈറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കൺട്രോൾസ് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അഡാസിൻ്റെ കൺട്രോൾസാണ് ഈ ഒരു വശത്തേക്ക് മെയിനായിട്ട് വരുന്നത്. അതുപോലെ ക്ലസ്റ്ററിലുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഹാൻഡ് ഫ്രീ അസിസ്റ്റൻറ്റ്, ഫോൺ എടുക്കാനും ഡിസ്കണക്ട് ചെയ്യാനും ഉള്ള സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡ്രൈവ് മോഡുകളും ട്രാൻസ്മിഷൻ മോഡുകളും ഇവിടെയാണ്. ഡ്രൈവ് മോഡുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3 മോഡുകളാണ്: ഇക്കോ, നോർമൽ,
നോർമൽ, സ്പോർട്ട് എന്ന് പറയുന്ന 3 മോഡൽസാണ്. നമുക്കതിങ്ങനെ ടോഗിൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതനുസരിച്ച് നമുക്ക് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനലിലുള്ള വ്യത്യാസങ്ങളും നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതുപോലെ ഇവിടെ ട്രാക്ഷൻ മോഡുകളാണ്, 3 ട്രാക്ഷൻ മോഡുകളാണുള്ളത്. സ്നോ, മഡ്, സാൻഡ്, അങ്ങനെ 3 ട്രാക്ഷൻ മോഡലുണ്ട്. അത് നമുക്കിവിടെ ടോഗിൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് കൂടാതെ നമുക്ക് ഇവിടെ ഇതൊരു 6 സ്പീഡ് 80 ആയിട്ട് വരുന്നുണ്ട്. ഇതിനകത്ത് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്, കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ട് ഓടിക്കുന്നതിന് വേണ്ടിയാണ്. ഇതൊരു 1.5 ലിറ്റർ വരുന്ന ഡീസൽ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീൽസിലെ കൺട്രോൾസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ വൈപ്പറിൻ്റെയും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും ഒക്കെ കൺട്രോൾസ് നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് വലിയ സ്ക്രീനാണ്. ഉണ്ട്, ഇത്രയും വലിയൊരു സ്ക്രീനാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇതിനെ ഒരു ട്രൈട്രോണിക് ആയിട്ട് വരുന്ന ഒരു ഡിസ്പ്ലേ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഇത് രണ്ടും ലൈക്ക് ഇവിടെ 3 ഡിസ്പ്ലേസ് ആക്ച്വലി ഇവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇവിടം വരെ വേറൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു വശം വരെ ഉള്ളത്. അതൊരു 12.3 ഇഞ്ചിൻ്റെ തന്നെയാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. ഇൻസ്ട്രുമെൻറ്റ് പാനലിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു 12.3 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് ആയിട്ടുള്ള ഒരു പാനൽ വരുന്നുണ്ട്. ഇതിനകത്ത് ഒരു 5 ഇഞ്ചിൻ്റെ ഒരു ചെറിയ ഒരു പാനലും കൂടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ AC-യുടെ കൺട്രോളുകളാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരേ തീമിൽ വരുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഒറ്റ സ്ക്രീനായിട്ടാണ് ഇപ്പോൾ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കിയയുടെ വാഹനങ്ങളിലൊക്കെ അത്തരത്തിലുള്ള വലിയ സ്ക്രീനുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഡാഷ്ബോർഡ് ഏരിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ വീതിയുള്ള ഒരു ഡാഷ്ബോർഡ് ഏരിയ അല്ല, കാരണം അത്രയും ഒതുക്കി വെച്ചിരിക്കുകയാണ്. കാരണം അകത്തെ സ്പേസ് അത്രയും കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്രേഷ് 20-ലുള്ള ഒരു പിയാനോ ബ്ലാക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നത് പിയാനോ ഗ്രേ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാനലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കലായിട്ട് വരുന്ന സ്വിച്ചസും കാര്യങ്ങളുണ്ട്. സെറ്റപ്പിൻ്റെ മീഡിയ, വോയിസ് കൺട്രോൾ, ഇവിടെ ഒരു റോട്ടറായിട്ട് വരുന്ന ഒരു സ്വിച്ചും കാര്യമുണ്ട്. ഓഡിയോ ഒക്കെ കൂടാൻ വേണ്ടിയുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം AC-യുടെ കൺട്രോൾസ് നമുക്ക് ഇവിടെ കാണാം. വെൻസിൻ്റെ കൺട്രോളുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. AC-യുടെ കൺട്രോളുകൾ ഇവിടെയാണ് വരുന്നത്. അതും നമുക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ട് തന്നെ ആ ഒരു വശം കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് റണ്ണിങ്ങിലാണെങ്കിലും നമുക്കത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമുക്ക് സാധിക്കും. അതുപോലെ നമുക്ക് ഇവിടെ പവർ ഔട്ട്ലെറ്റുകളാണ്, സി പോർട്ടുകളുടെ ഔട്ട്പുട്ട്ലെറ്റുകൾ നമ്മൾ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്കിവിടെ ഉണ്ട്. സി പോർട്ട് നമുക്ക് USB ആയിട്ടും നമുക്ക് അതുപോലെ തന്നെ നമുക്ക് പവർ ഔട്ട്ലെറ്റുമായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അത് ടോഗിൾ ചെയ്യാനുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ വയർലെസ്സിൻ്റെ ചാർജിങ് ഒരു പാനലാണ് വരുന്നത്. നമുക്കവിടെ ഫോൺ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഹനത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷേപ്പിലുള്ള ഒരു ഷിഫ്റ്റേഴ്സാണ്. സാധാരണ നമ്മൾ ഇതുപോലെയുള്ള ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷിഫ്റ്റേഴ്സ് നമ്മൾ വേറെ വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഏത് വാഹനമാണെന്ന് ഓർക്കുന്നില്ല, ഇതേ ഷേപ്പിലുള്ള ഷിഫ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ അത് കുറച്ചും കൂടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലൊക്കെയാണ് വരുന്നത്. ഇത് 2 ടെക്സ്ചറിലാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ ഒരു ലെതറേറ്റ് ഭാഗവും ഇവിടെ ഒരു ലൈക്ക് ഒരു പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ഒരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇതിൻ്റെ ഒരു ഷിഫ്റ്റുകൾ നോക്കി കഴിഞ്ഞാൽ കണ്ടോ, പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ ഡ്രൈവ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റും നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ സംഭവം ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് ഹാൻഡ് ബ്രേക്ക് കാണാനായിട്ട് പറ്റിയില്ല. ഇലക്ട്രിക് ആയിട്ട് വരുന്ന പാർക്ക് ബ്രേക്കാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. P-ലേക്ക് ഇട്ട് കഴിഞ്ഞാലാണ് വരുന്നത്. അല്ലെങ്കിൽ നോർമലി നമ്മളിങ്ങനെ ഗിയറുകൾ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഹാൻഡ് ബ്രേക്ക് ആണ്, അത് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പം അത്രയും ഒരു സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ സ്പേസ് ഒക്കെ അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അവിടെ എഞ്ചിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർക്ക് അസിസ്റ്റിനുള്ള സംവിധാനങ്ങൾ, അതുപോലെ 360 ഡിഗ്രിയുടെ ക്യാമറയാണ്. അപ്പോൾ നമുക്ക് അത് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എല്ലാ രീതിയിലും 2Dയും 3D ഒക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. മീൻസ് ലൈക്ക് നല്ല റെസൊല്യൂഷൻ ഉള്ള ഒരു ക്യാമറയാണ്. ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു സറൗണ്ടിങ്സ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് കീ ആണ്. ഈ വാഹനം ചെറുതാണെങ്കിലും അത്യാവശ്യം വലിയ കീസാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്ന് തോന്നും. പക്ഷേ ഇതൊരു ആക്സസറി ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്, ഒരു കവറായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ലൈക്ക് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ മടക്കി നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഇങ്ങനെ മടക്കി വെക്കുന്ന സമയത്ത് നമുക്കിതൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്കിനിയിപ്പം ഒരു ബോട്ടിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കപ്പ് വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പ് ഇവിടെ വയ്ക്കാനായിട്ട് പറ്റും. അപ്പം വെള്ളമൊന്നും തുളുമ്പി പോകത്തില്ലെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതാണ് ഈ ഏരിയയിലെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കൊരു ആംബ്രസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ആംബ്രസ്റ്റിന് അടിയിൽ നമുക്ക് ഡീപ്പറായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത് കൂൾഡായിട്ട് വരുന്ന AC-യുടെ വെൻറ്റുകളുണ്ട്, കൂൾഡായിട്ട് വരുന്ന ഒരു ഗ്ലൗസ് ബോക്സുകളുണ്ട്. ഉണ്ട്, ഇത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗ്ലാസ് വെക്കാനുള്ള സൗകര്യമുണ്ട്, തണുപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. എന്താണ് ഇവരുടെ ഉദ്ദേശം ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു എയർ ക്വാളിറ്റി ഇൻഡെക്സിന് അല്ലെങ്കിൽ എയർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്യൂരിഫയറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ AQA നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും.
അത് നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള സ്വിച്ച് ഈ ഒരു വശത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സാധനം ഓൺ ആക്കിയിട്ടാണ് ആ ഒരു സംവിധാനം നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്ലൗ ബോക്സിലേക്ക് വരാം. ഡീപ്പറായിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇതിനകത്തും നമുക്ക് അതൊരു കോൾഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുക. മൊത്തം നമുക്ക് തണുപ്പിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് വശത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് വൈസേഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വലിയ കണ്ണാടിയൊക്കെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണാടി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന കൂടുതൽ സഹധർമ്മിണിമാരായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള രീതിയിലുള്ള വലിയ കണ്ണാടികളും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഹനത്തിനകത്ത് നമുക്ക് വലിയൊരു സൺറൂഫാണ് കേട്ടോ. പാൻഡമിക് ആയിട്ട് വരുന്ന ഒരു 2 ഫ്രെയിമിൽ വരുന്ന വലിയൊരു സൺറൂഫാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര വിശാലമായിട്ട് ഇതിൻ്റെ റൂഫ് വെട്ടിപ്പൊളിച്ചെടുത്തിരിക്കുന്ന പോലെ മൊത്തത്തിലൊരു ഗ്ലാസ് മയമാണ് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് സാധിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്തൊക്കെ പോകുന്ന സമയത്തുള്ള അതിൻ്റെ ഒരു യാത്രാസുഖം ഒന്ന് വേറെ ആയിരിക്കും. അല്ല, നിലാവുള്ള രാത്രിയിൽ പോകുന്ന സമയത്ത് ഭയങ്കര ഭംഗിയായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ റീഡിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതും LED-യിലാണ് വരുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു കണ്ണാടി വെക്കാനുള്ള ഒരു സ്പേസ്, യൂട്ടിലിറ്റി സ്പേസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നല്ല സംവിധാനങ്ങളും സൗകര്യങ്ങളാണ് കേട്ടോ. IRVMലെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോ ഡിമ്മിങ് ആയിട്ടാണ് വരുന്നത്. അതിനകത്ത് SOSൻ്റെ അതുപോലെ തന്നെ ടൗവിൻ്റെയും കിയർ കണക്റ്റിൻ്റെയും ഒക്കെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ ആപ്പിൾ കാർപ്ലേ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് ഓവർ ദ എയർ അപ്ഡേറ്റ്സ് ഈ വാഹനത്തിനകത്ത് കൊണ്ടുവരേണ്ടത് നമുക്ക് സാധിക്കും. അതുപോലെ ഇതിലേക്ക് വരുന്ന സമയത്ത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഈ പറയുന്ന പോലെ ഇതൊരു ചെറിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വണ്ടി ഒരു കൊട്ടാരം തന്നെയാണ്. അത്യാവശ്യം വേണ്ടുന്നതിൽ അധികം ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 64 കളേഴ്സുള്ള ആംബിയൻ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് വരുന്നതുകൊണ്ട് അകത്തെ മൂഡും ഒക്കെ സെറ്റാണ്. കാരണം ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ലൈക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് അല്ല ഈ സെഗ്മെൻറ്റിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും നമുക്ക് അസാധ്യകരമായിട്ട് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് തന്നെയാണ്. ഈ ഡ്രൈവറിൻ്റെ ഏരിയ ആണെങ്കിലും നമ്മൾ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ഏരിയ ആണെങ്കിലും സെക്കൻഡ് റോ ആണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ അതിനകത്ത് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പേസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണെന്നാണ് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും ഇൻറ്റീരിയർ സ്പേസ് ഈ ഒരു 4 സബ്-മീറ്ററിൽ കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും അവിശ്വസനീയമാണെന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു വാഹനം ഏറ്റവും കൂടുതൽ കച്ചവടമാകാൻ പോകുന്നതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് റോയുടെ സീറ്റുകളാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇത്രയും സൗകര്യപ്രദമായിട്ടുള്ള ഒരു സീറ്റ് ഈ സെഗ്മെൻറ്റിൽ ഒരു വാഹനങ്ങളില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇത്രയും റിക്ലൈനിങ് ഇത്രയും സൗകര്യങ്ങളുള്ള സീറ്റുകൾ ഈ സെഗ്മെൻറ്റിൽ ഒരു വാഹനത്തിനില്ലെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, ഈ ഒരു സീറ്റിൻ്റെ ലെവലിൽ നിന്ന് ഇത്രയും നമുക്ക് കയറ്റിയിടാനും അതുപോലെ റിക്ലൈൻ ചെയ്യാനും ഒക്കെ ഉള്ളൊരു സൗകര്യമുണ്ട്. വളരെ സുഖകരമായിട്ട് നമുക്ക് ഇവിടെ ചാഞ്ഞിരുന്ന് നമുക്ക് സുരക്ഷിതയോടെ നമുക്ക് ഉറങ്ങിയൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡീസൻ്റ് ആയിട്ടുള്ള ഹെഡ് റൂം ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ സീറ്റിൻ്റെ അതായത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് സീറ്റ് വെൻറ്റിലേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് നേരെ തിരിച്ചായിരുന്നാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. തിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പുറകിലത്തെ റെസ്റ്റിന് ഈ സീറ്റ് വെൻറ്റിലേഷൻ കൊടുത്തിട്ട് ഇവിടെ ഇല്ലായിരുന്നെങ്കിലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ നമ്മൾ കൂടുതൽ നമ്മുടെ പുറമാണ് വേർക്കുന്നത്. അപ്പോൾ അതൊന്ന് അടുത്ത അപ്ഡേറ്റിൽ വരുന്ന സമയത്ത് തിരിച്ച് ചെയ്താലും പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇത്രയും ചെയ്ത സമയത്ത് 2 വെൻ്റ് അവിടെ കൊടുക്കുന്നതിനും ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഓക്കെ, വലിയൊരു ചിലവ് അതിനകത്ത് കൂടാനൊന്നും പോകുന്നില്ല. അടുത്ത പ്രാവശ്യം അത് ചെയ്യട്ടെന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. അതുപോലെ ഈ റെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 ഗ്ലാസസോ കപ്പോ ഒക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അതുപോലെ നമുക്ക് വളരെ സുഖത്തോടെ ചാരി ഇരുന്ന് നമുക്ക് പോകാനായിട്ട് സാധിക്കും. 2 ഹെഡ് റെസ്റ്റുകളാണ് പൊതുവെ ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൊരു ആക്സസറി ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് വളരെ ഭംഗിയായിട്ട് നമുക്ക് ചാഞ്ഞിരുന്ന് ഉറങ്ങി പോകാനായിട്ട് നമുക്ക് സപ്പോർട്ടായിരിക്കും. ഇവിടെ നമുക്ക് ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പുറകിലിരിക്കുന്നവർക്കും AC-യുടെ ഒരു കാറ്റ് കിട്ടാൻ വേണ്ടിയുള്ള വെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ സ്മാർട്ട് പ്യുവർ ആയിട്ടുള്ള എയറിൻ്റെ പ്യൂരിഫയർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ നമുക്കവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ഫോൺ അവിടെ വെച്ച് ചാർജ് ചെയ്യാനുള്ള 2 സി പോർട്ടുകളും വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂട്ടിലിറ്റിയുടെ കാര്യത്തിൽ വാരിക്കോരിയാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ അകത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രത്തോളം മനോഹരമാണ്. ഇപ്പം പുറകെ എല്ലാവരും പറയുന്ന വാഹനത്തിന് ഇൻറ്റീരിയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ വാഹനത്തിന് ഇൻറ്റീരിയർ 100% ഇഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ബോക്സി ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങൾ പതിയെ കണ്ട് ഇഷ്ടപ്പെട്ടോളൂ. അപ്പോൾ ഈ കൊച്ചു വലിയ വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ആക്ച്വലി 2 എഞ്ചിൻ ഓപ്ഷൻസ് വാഹനം പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എടുത്തു വേണ്ട കാര്യം ഡീസൽ എഞ്ചിൻ ഒരെണ്ണം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഓടിക്കുന്ന 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 1493 cc ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ ഡിസ്പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്തൊരു പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട്. പെട്രോൾ എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് 1 ലിറ്റർ ടർബോ 993 cc ആണ് വരുന്നത്. അതുപോലെ 114 bhp
172 Nm ടോർക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട്. ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് 118 HP 250 Nm ടോർക്കാണ്. അപ്പോൾ അത്യാവശ്യം മാസീവായിട്ടുള്ള നല്ല ടോർക്കാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ. പിന്നെ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്, ഇവരുടെ CRDA എഞ്ചിൻ സൂപ്പർ ആയിട്ടുള്ള എഞ്ചിനാണ്. ആ എഞ്ചിൻ തന്നെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗിയർ ബോക്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിനകത്തൊരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്. നമുക്ക് പെട്രോളിലേക്ക് വരുന്ന സമയത്ത് ഒരു 7 സ്പീഡ് DCT ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 6 സ്പീഡ് മാനുവലാണ് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല കിടിലൻ ഡ്രൈവബിലിറ്റി ആയിരിക്കും, യാതൊരു സംശയം ഉണ്ടാകത്തില്ല. കാരണം ഇവരുടെ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള റിഫൈൻഡ് എഞ്ചിൻ, അത് പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും രണ്ടും നല്ല എഞ്ചിൻസാണ് ഉള്ളത്. പിന്നെ വാഹനത്തിൻ്റെ ഒരു NVH ലെവലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പുറത്തെ അധികം സൗണ്ടുകളൊന്നും വാഹനത്തിനകത്തേക്ക് കടന്നു വരുന്നില്ല. എഞ്ചിൻ്റെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഹമ്മിങ് നമുക്ക് കേൾക്കാണ്ട് നമുക്ക് സാധിക്കും, നമ്മളെ അലോസരപ്പെടുന്നില്ല എന്നുള്ളതാണ്. സീറ്റ്സൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു റൈഡിങ് പൊസിഷൻ നമുക്ക് വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. നല്ല സീറ്റിൻ്റെ വിസിബിലിറ്റിയാണ്, നല്ല നമുക്കൊരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ തന്നെ നമുക്ക് വാഹനം നമുക്ക് നൽകുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ മോശമില്ലാത്ത ഒരു സസ്പെൻഷനാണ്, നല്ല യാത്രാസുഖമുണ്ട്. ഇവരുടെ എല്ലാ വാഹനങ്ങൾക്കും പൊതുവേ നല്ല യാത്രാസുഖമാണ്. പിന്നെ ഇതൊരു ഈ പറയുന്ന K1 എന്ന് പറയുന്ന ഒരു ചെറിയ പ്ലാറ്റ്ഫോമിലായതിൻ്റെതായിട്ടുള്ള ചെറിയതായിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊന്നും മോശമൊന്നുമല്ല വരുന്നത്. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അത് ഏറ്റവും ലോവസ്റ്റ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ 899 ഇത് ഈ ഒരു ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്തേക്ക് 1780 ഇതിൻ്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 20-20.5 ലക്ഷത്തിനുള്ളിൽ നമുക്ക് ഈ വാഹനം നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഏറ്റവും ടോപ്പ് എൻഡ് നമുക്ക് സാധിക്കും. മറ്റേതാകുന്ന സമയത്ത് നമുക്കൊരു 9 ലക്ഷം എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഏകദേശം ഒരു 11 ലക്ഷം ആ ഒരു ബ്രാക്കറ്റിൽ നമുക്കൊരു വാഹനം നമുക്ക് ഏറ്റവും ബേസ് വേരിയൻ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു മൈലേജ് ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 17.6 ആണ്, 17.6 ആണ് ഇതിൻ്റെ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള മൈലേജും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം നമുക്കൊരു ഡീസൻ്റ് ആയിട്ട്, അതായത് നമുക്കൊരു ഇതൊരു 1.5 ലിറ്റർ ആണ്. അപ്പോൾ പൊതുവേ നമ്മൾ ലോങ് ഒക്കെ ഓടുന്ന സമയത്ത് അത്യാവശ്യം നല്ല മൈലേജ് നമുക്ക് കിട്ടേണ്ടതാണ്. പിന്നെ ഒരു ഡ്രൈവിംഗ് പ്ലഷറിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നൊരു വാഹനം കൂടിയാണ്. നമുക്കൊരു ഓപ്പണായിട്ടൊരു റോഡൊന്നും കിട്ടിയിട്ടില്ല ഒന്ന് കാല് കൊടുക്കാനായിട്ട്. പിന്നെ വാഹനത്തിൻ്റെ ഒരു വാറണ്ടി ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സാണ്. 5 വർഷം വരെ നമുക്ക് ഈ ഒരു വാറണ്ടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് ആക്ച്വലി ഒരു ഓപ്പൺ റോഡ് കിട്ടിയത്. അപ്പോൾ നമുക്ക് കാലൊന്ന് എടുത്ത് നോക്കാം, എന്താ റെസ്പോൺസ് നമുക്ക് നോക്കാം. ഓക്കെ, നല്ല ഒരു ഇനിഷ്യൽ പുള്ളുണ്ട്, വണ്ടി പറന്ന് തന്നെയാണ് കയറുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു 80 ടച്ച് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ മോശമില്ലാത്തൊരു ആക്സലറേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു എഞ്ചിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് നല്ല രസമുണ്ട് അതങ്ങനെ പോകുന്നത്. പ്രത്യേകിച്ച് ഷിഫ്റ്റുകളൊന്നും വലിയ കാര്യമായിട്ട് അറിയുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു ലൈറ്റായിട്ട് മാത്രമേ നമുക്കത് അറിയുന്നുള്ളൂ. അപ്പം നല്ല മികച്ചൊരു ട്രാൻസ്മിഷനും കൂടെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇടുന്ന സമയത്താണല്ലോ നമുക്ക് കണ്ടത് ഈ ഒരു സൈഡിലേക്ക് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പറയുന്ന വണ്ടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പം കുഴപ്പമില്ല, നിങ്ങൾ എന്തായാലും ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം, എന്നാലും മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് സുഖം മനസ്സിലാവുള്ളൂ. കണ്ടോ, ഇപ്പം ഇത് അഡാസൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അഡാസ് വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ആ സ്റ്റിയറിംഗിൽ തന്നെ അറിയാൻ പറ്റും. വളവൊക്കെ വരുമ്പോൾ വാഹനം തന്നെ വളച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വാഹനം തന്നെ നിവർന്ന് വരുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും വലിയ വളവിനകത്ത് നിവർന്ന് വരുവാണ്. അങ്ങനെ കൈവിട്ട് ഓടിക്കാൻ പാടില്ല, എന്നാലും അഡാസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു വാഹനമാണ്. അപ്പം എനിക്കെന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ, അതായത് നമുക്കൊരു 9 ലക്ഷം മുതൽ 17-60 വരെയുള്ള ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന നല്ല ഫീച്ചേഴ്സ് ഒക്കെ കൂടിയൊരു വാഹനമാണ്. അപ്പം നമുക്ക് ആക്ച്വലി ഇന്ന് വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കിയയാണ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് പള്ളിച്ചലാണ് ഇവരുടെ ഷോറൂം. അതുപോലെ ആറ്റിങ്കിലും 2 സ്ഥലത്തും നമുക്ക് ഷോറൂംസ് വരുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരു ഷോറൂമൊക്കെയാണ് കേട്ടോ അവർ. പ്രത്യേകിച്ച് നല്ല കസ്റ്റമർ ഡീലിങ്സ് ഒക്കെയാണ്. വലിയൊരു ഗ്രൂപ്പാണ് ആക്ച്വലി ഈ ഒരു ഓട്ടോമാറ്റിക് കിയ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ആന്ധ്ര ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ഷോറൂംസ് അക്രോസ് ഇന്ത്യയിൽ അവർക്കുണ്ട്. അപ്പോൾ അവരുടെ ഈ ഡീലർഷിപ്പ് വന്നിട്ട് അധികം നാളായിട്ടില്ല, എനിക്ക് തോന്നുന്നു ഒരു 1-2 കൊല്ലത്തിനുള്ളിൽ എങ്ങാണ്ട് വന്നതേ ഉള്ളൂ. അപ്പം എന്നാലും മികച്ച പ്രതികരണങ്ങളാണ് മൊത്തത്തിൽ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താലായിട്ട് മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ്സിനൊക്കെ വണ്ടി അവർ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വാഹനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിയയ്ക്ക് അത്യാവശ്യം നല്ലൊരു വളർച്ച കൊടുത്തൊരു വാഹനമാണ്. അപ്പോൾ ജനുവരിയിലെ കണക്കൊക്കെ എടുക്കുകയാണെങ്കിൽ അവർ കഴിഞ്ഞ വർഷത്തെ ഒരു കമ്പാരിസണിലേക്ക് വരുമ്പോൾ 5% ഗ്രോത്ത് കിയയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 5600ഓളം യൂണിറ്റുകൾ ഓൾറെഡി തന്നെ ജനുവരി തന്നെ വിറ്റ് കഴിഞ്ഞിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങൾ ഒരുപാട് നിരത്തിൽ വരുന്നതായിരിക്കും. എന്നാലും ഈ വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് വേണം എഴുതുക. ഈ വാഹനത്തിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇഷ്ടപ്പെട്ടത്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടോ. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോപ്പ് മൈ ഷോ.